കുറേ നാളായി ആഗ്രഹിക്കണം. കുറേ ഐറ്റംസുകൾ ഇവിടെ ഇരിപ്പുണ്ട്. എന്തൊക്കെയാണ് നോക്കാം നമുക്ക്. ഇവിടെ ഒരു സായിപ്പ് ഇരിക്കണുണ്ടോ? വെറുതെ ഇങ്ങനെ ബസ്സിലിരുന്ന് ഫുള്ള് കറങ്ങാൻ അങ്ങനെ അല്ലാട്ടോ നമ്മൾ എടുത്തേക്കണത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, വണ്ടി റോട്ടിലിടാൻ പറ്റുമോ? നമ്മൾ ഈ അറിയാത്ത സ്ഥലത്ത് വന്ന് വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. നമ്മൾ ജസ്റ്റ് ഒന്ന് തട്ടി നോക്കി, പക്ഷെ അവരെ എണീറ്റിട്ടും വാലൊന്നും തുറന്നില്ല. അന്നേരം ആയപ്പോൾ ആ സ്ത്രീ നമ്മളെ തിരിച്ച് വിളിച്ച്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഉറക്കം മാത്രം നോക്കിക്കൊണ്ടിരുന്ന് നമുക്ക് ഇവിടെ ഒന്നും കറങ്ങാൻ പറ്റില്ല. ഇതാണ് ആ വീട്. പിന്നെ അല്ലെങ്കിലും മയാമി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, മയാമി മയാമി മയാമിന്ന്. എന്തായാലും ഇവിടെ വന്നൂര് എന്തായാലും അവിടെ പോണോട്ടാ. പുറത്ത് നല്ല മഴയാണ്. അടിപൊളി മഴ ചതിച്ചു. എന്താ പറയുക, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കളിച്ചത് എനിക്കറിയാം. എന്തൊരു സൗണ്ടാണ്. അയ്യോ, അതെന്താ റോബോട്ടാ? അയ്യോ, അതിൻ്റെ അടുത്ത് പോയി നിന്നൊരു ഫോട്ടോ. മഴ നനഞ്ഞാൽ കാഴ്ച കാണണം അല്ലേ റാസ്? അടിപൊളി അടിപൊളി അടിപൊളി. ഫുള്ള് വോൾ പെയിന്റ് ഒക്കെ ചെയ്തേക്കുന്ന ഒരു ഏരിയ ആണ്. എന്തൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫോട്ടോ എടുക്കുന്ന ആകെ ഒരു കൺഫ്യൂഷനാവും. അതുമാതിരത്തെ രീതിയിലാണ് ഇവിടെ പെയിന്റ് ചെയ്ത് വെച്ചേക്കണം. കുറേ ഉണ്ട് നടക്കാൻ, നടന്നു തീരൂല 10 മിനിറ്റ് ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ഫ്ലോറിഡയിലെ മയാമി എന്ന് പറയുന്ന സ്ഥലത്താണ്. കുറേ നാളായി ആഗ്രഹിക്കണം മയാമിയിൽ വന്നുവെന്ന്. ഇപ്പോഴാണ് ആഗ്രഹം ഒന്ന് സാധിച്ചു തന്നേക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ താമസിച്ച ആ ഒരു അപ്പാർട്ട്മെൻറ്റ് എന്ന് തന്നെ പറയാം, ഒരു വീട് പോലെ അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കണത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണ് കഴിച്ചതെന്ന് അറിയണ്ടേ? പോയി കണ്ടിട്ട് പോയോ ഗെയ്സ്? നമുക്കപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ? അതേ നോക്കിക്കണ്ടേ, കുറേ ഐറ്റംസുകൾ ഇവിടെ ഇരിപ്പുണ്ട്. എന്തൊക്കെയാണ് നോക്കാം നമുക്ക്. നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അവിടെ കുറേ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. പുറത്തായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടുത്തെ കാലാവസ്ഥ പിന്നെ കുഴപ്പമില്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. നമ്മൾ വന്നപ്പോഴത്തേനും കുറേ കപ്പ് കേക്കുകൾ, ജ്യൂസ്, കോഫി ഇതൊക്കെയാണ് കേട്ടോ ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ അപ്പുറത്തെ ടേബിളിൽ കുറേ ആൾക്കാർ ഇരുന്നിങ്ങനെ നല്ല വർത്താനോട്ടോ. എനിക്ക് തോന്നണം അവരൊക്കെ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ പുറത്തിറങ്ങാൻ വേണ്ടി കാത്തിരിക്കണവരാണെന്ന് തോന്നണം. അതിനുശേഷം എന്താ കുറേ ചീസുകൾ, ഫ്രൂട്ട്സുകൾ, പിന്നെ അതുപോലെ തന്നെ മുട്ട സ്ക്രാമ്പിൾ ചെയ്ത്, ബ്രെഡ്, വഫിൾസ് ഇതൊക്കെയാണ് കേട്ടോ പിന്നെ കൊണ്ടുവന്നത്. രാവിലെ തന്നെ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ടാണ് തോന്നണം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു പുറത്ത്. എന്താകുമോ എന്തോ. അപ്പോൾ അതേ നോക്കിക്കണ്ടേ, പൈനാപ്പിൾ തൊലി കളയാതെ കൊണ്ടുവന്ന് വെച്ചേക്കണത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. തൊലിയോട് കൂടിയിട്ടാണ് അവർ കട്ട് ചെയ്ത് വെച്ചേക്കണത്. അടിപൊളി. ഇതാണ് കേട്ടോ നമ്മുടെ ബാൽക്കണി. എൻ്റെ പണിയിൽ അങ്ങനെ തുറക്കാം. ഇവിടെ ചെറുതായിട്ട് മഴ പെയ്ത പറഞ്ഞാൽ നനഞ്ഞെടുക്കുക. ഇതാണ് ബാൽക്കണി. ഫുള്ള് മരങ്ങളൊക്കെയാണ്. ഇതാണ് ചുറ്റുപാടും. ഇവിടെ ഒരു സായിപ്പ് ഇരിക്കണുണ്ടോ? ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിശേഷങ്ങൾ. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഇറങ്ങാം. ഇവിടെ മയാമിയിലെ കാഴ്ചകളൊക്കെ കാണണ്ടേ? ഒരു ദിവസം കൊണ്ടൊന്നും കണ്ടുതരൂലാട്ടോ ഇവിടുത്തെ കാഴ്ചകൾ. പക്ഷേ എങ്കിൽ നമ്മളിന്ന് ആകെ ഒരു ദിവസമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ മൊത്തത്തിലൊരു ദിവസം കൊണ്ട് പരമാവധി കാഴ്ചകളൊക്കെ കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ദിവസമൊക്കെ തങ്ങണവർക്ക് പറ്റിയൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് ടൂർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ബസ് ടൂർ എടുത്തിട്ടുണ്ട്, പ്ലസ് ബോട്ട് റൈഡ് എടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ബീച്ചിൽ പോകണം. അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. ബസ് ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ ബസ്സിലിരുന്ന് ഫുള്ള് കറങ്ങാൻ അങ്ങനെ അല്ലാട്ടോ നമ്മൾ എടുത്തേക്കണത്. അതായത് ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ടല്ലോ കാണാൻ. അപ്പോൾ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഇറങ്ങുക, വീണ്ടും കയറുക, അങ്ങനെ ഒരു രീതിയിലുള്ളൊരു ബസ് ടൂറാണ് നമ്മൾ എടുത്തേക്കണത്. അപ്പോൾ എന്തായാലും നമുക്ക് പോകാം. പരമാവധി ഒരു ദിവസം കൊണ്ട് ഇന്നത്തെ കാഴ്ചകളൊക്കെ കാണാം. പിന്നെ ഇവിടുത്തെ വിശേഷം എന്ന് പറയാനായിട്ട് എൻ്റെ പൊന്നെ, ഇന്നലെ രാത്രി ഞങ്ങൾ നോർത്ത് കരോലിനയിൽ നിന്ന് ഇവിടെ എത്തിയപ്പോഴത്തേനും ഒരു 2:45 കേട്ടോ. പറയാതിരിക്കാൻ വയ്യ. ഇവിടെ വന്ന് അപ്പോൾ ഇവിടെ ഒരു മനുഷ്യനില്ല. അപ്പോൾ നമുക്ക് വേണ്ട ഗേറ്റിൻ്റെ കോഡും വാതിലിൻ്റെ കോഡും ഒക്കെ അവർ നമുക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഉറപ്പിലാണ് നമ്മളിവിടെ വന്നത്. പക്ഷേ എങ്കിൽ ഗേറ്റ് ഒരു പാളിയാണ്ട നമുക്ക് തുറക്കാൻ പറ്റുന്നുള്ളൂ. മെയിനായിട്ടുള്ള ഗേറ്റില്ലേ, അതായത് നമ്മുടെ വണ്ടി ഇടണ ഗേറ്റ്, ആ ഗേറ്റാണെങ്കിൽ തുറയണേ ഇല്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, വണ്ടി റോട്ടിലിടാൻ പറ്റുമോ? റോട്ടിലാണെങ്കിൽ ഭയങ്കര തിരക്ക്. പിന്നെ നമ്മൾ ഇടാമെന്ന് വെച്ചാൽ ഉള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ അവിടെ നോ പാർക്കിംഗ് ഏരിയയാണ് കൊടുത്തേക്കണം. പിന്നെ ഇവിടെയൊക്കെ അറിയാമല്ലോ, നമ്മൾ അറിയാത്തോടത്തൊക്കെ വണ്ടി ഇട്ട് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. നമുക്ക് റിസ്ക് എടുക്കാനും പറ്റില്ല. നമ്മൾ ഈ അറിയാത്ത സ്ഥലത്ത് വന്ന് വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. അപ്പോൾ ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇടുകയാണെങ്കിൽ അതല്ലേ നല്ലത്. എന്ത് ചെയ്യും, ആ ഗേറ്റിനാണെങ്കിൽ ഒരു കോഡും അവരാണെങ്കിൽ പറഞ്ഞു തന്നൂല. 2:45 സമയം. അപ്പോൾ അവർ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ വിളിച്ചാൽ കിട്ടില്ല എന്ന്.
എന്നാലും നമ്മൾ വിളിച്ചു, കാര്യം നമ്മുടെ ആവശ്യമായി പോയില്ലേ. നമ്മൾ വിളിച്ചു, അവരെടുക്കണില്ല, കട്ട് ചെയ്യുന്നു, മെസ്സേജ് ഇടുന്നു, ഒരു രക്ഷയില്ല. നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഇവിടെ വേറെ റൂമിൽ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവരെ വാതിലും ഒന്ന് തട്ടാനും പറ്റുമോ? ആ ഒരു നേരമില്ല. എങ്കിലും നമുക്ക് നമ്മുടെ ആവശ്യം അതായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തട്ടി നോക്കി. പക്ഷെ അവരെ എണീറ്റിട്ടും വാലൊന്നും തുറന്നില്ല. അവസാനം നമ്മളിങ്ങനെ പുറത്ത് നിൽപ്പായി. 3 മണിയായി, 3:15, 3:30 ആയപ്പോൾ ആ സ്ത്രീ നമ്മളെ തിരിച്ച് വിളിച്ച് കുറേ വഴക്ക്. ഈ നേരത്താണോ നിങ്ങൾ വിളിക്കണേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ വഴക്ക്. പിന്നെ നമ്മുടെ ആവശ്യം അതല്ലേ. അവസാനം അവർ കുറേ എന്തൊക്കെയോ വഴക്കൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഗേറ്റിൻ്റെ കോഡൊക്കെ തന്ന് ഗേറ്റ് തുറന്ന് വണ്ടി അകത്തിട്ട് ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ 3:45, 4 മണിയായി ഇന്നലെ കിടന്നുറങ്ങുമ്പോൾ. അതാണ് കേട്ടോ ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേക്കാനൊക്കെ വൈകിയത്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഉറക്കം മാത്രം നോക്കിക്കൊണ്ടിരുന്ന് നമുക്ക് ഇവിടെ ഒന്നും കറങ്ങാൻ പറ്റില്ല. നമ്മളിന്ന് ആകെ ഒരു ദിവസമല്ലേ ഇവിടെ നിൽക്കണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ വേഗം തന്നെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേനും എഴുന്നേറ്റ് വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അതും കിട്ടൂല. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ ഈ നമ്മൾ താമസിക്കണതെന്ന് പറഞ്ഞാൽ ഒരു വീട് പോലെയാണ് കേട്ടോ. അതായത് ഇപ്പോൾ കോമൺ ആയിട്ടുള്ള ലിവിങ് റൂം, കോമൺ ആയിട്ടുള്ള കിച്ചൺ, അങ്ങനെ ഒരു വീട് പോലെ. അപ്പോൾ കിച്ചൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പാചകമൊക്കെ വേണമെങ്കിൽ ചെയ്യാം. കോമൺ ആണ് കിച്ചൺ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചല്ലോ. പിന്നെ ഇവിടുത്തെ ബെഡ്റൂമുകളൊക്കെ ഇങ്ങനെ ഓരോരോ ടൂറിസ്റ്റുകൾ വന്ന് താമസിക്കണ ഓരോരോ റൂം അങ്ങനെയാണ്. എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഈ വീട് പോലെ തന്നെ നമ്മുടെ ഇപ്പുറത്തെ ബാക്കിലും ഉണ്ട് കേട്ടോ അതേപോലത്തെ ഒരു ബിൽഡിങ് കണ്ടില്ലേ. അപ്പോൾ ഇതും അങ്ങനെയൊക്കെയാണെന്ന് തോന്നണം. അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടുന്ന് വേഗം തന്നെ ഇറങ്ങാം. 11 മണിക്ക് ഇവിടുന്ന് ഇറങ്ങണമെന്നാണ് കേട്ടോ അവർ പറയണം. വണ്ടിയൊക്കെ എടുത്ത് നിങ്ങൾ 11 മണിയാകുമ്പോൾ വേഗം തന്നെ ഇറങ്ങണം, അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി പോവാം. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ വേഗം തന്നെ ഇറങ്ങിയാണ്. പിന്നെ മാത്രമല്ല നമ്മൾ സിറ്റി ബസ് ടൂർ 10 മണിക്കാണ് ബുക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 10:45 കഴിഞ്ഞ് 11 മണി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നേരം വൈകിന്. സിറ്റി ബസ് ടൂറിൻ്റെ അവസ്ഥ എന്തായെന്ന് അവിടെ ചെന്നൈയും അറിയാം. അവരിനി സമയം വൈകിയെന്ന് പറയുമോ എന്താ ഒന്നും അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ ബാൽക്കണിയാണ് കേട്ടോ. അവിടെ നിന്നാണ് ഞാനിപ്പോൾ ഇൻട്രോ എടുത്തത്. അപ്പോൾ അതേ ഇതാണ്ടാ ഈ വീടിൻ്റെ ലിവിങ് റൂമും. ഇവിടെ കുറേ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. കിച്ചണൊക്കെ ഇതിലാണ്. പുറത്ത് ഞാൻ കാണിച്ചു തരാം. കണ്ട ഇതാണ് ഇവിടുത്തെ പുറത്തെ കാഴ്ച. ഇതാണ്ട ഗേറ്റ്, ഭയങ്കര വിവാദപരമായിട്ടുള്ള ഗേറ്റ്. ഇപ്പോൾ ഇവിടെ ചുറ്റിനും പുറത്തൊക്കെ വണ്ടികളാണ്. നമുക്ക് പുറത്തിടാനുള്ള ഓപ്ഷൻ ഇല്ല. ഉള്ള സ്ഥലത്താണെങ്കിൽ നോ പാർക്കിംഗ് എന്ന് എഴുതിയേക്കണം. അപ്പം നമുക്ക് പോകാം. കേസ് അപ്പോൾ ഇതാണ്ടോ നമ്മൾ ഇന്നലെ രാത്രി താമസിച്ച വീട്. വീടിന്ന് അപ്പാർട്ട്മെൻറ്റിൽ അങ്ങനെ എന്ത് വേണേലും പറയാം. ഇതാണ് ആ വീട്. അടിപൊളി ഏരിയ ഉണ്ട്. ഇവിടെ മൊത്തത്തിൽ ഇങ്ങനത്തെ ഈ ടൂറിസ്റ്റുകൾ വന്ന് താമസിക്കുന്ന ഏരിയ ആണെന്ന് തോന്നണം. മൊത്തം ഇങ്ങനെ വീട് അപ്പാർട്ട്മെൻറ്റ് പോലെയൊക്കെയാണ്. പിന്നെ അല്ലെങ്കിലും മയാമി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, മൊത്തത്തിൽ ടൂറിസ്റ്റുകളുടെ ഒരു ഏരിയ ആണല്ലോ. ഇപ്പം നമുക്ക് കാണാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ പൂരം എന്താണെന്നുള്ളത്. കേട്ടിട്ടുണ്ടല്ലേ നമ്മൾ ഒരുപാട് മയാമി 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 എന്ന്. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് കഴിഞ്ഞ തവണ നമ്മൾ ഫ്ലോറിഡയിൽ വന്നപ്പോഴും ഒർലാൻഡോ വന്ന് തിരിച്ചു പോയില്ലേ ചെയ്ത. നമ്മൾ ഇവിടെ മയാമിയിൽ വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇത്തവണ എന്തായാലും മയാമിയിൽ വന്നാൽ ഞാൻ തീരുമാനിച്ചു. ഇവിടെ ഇവിടുന്ന് ഒരു 3-4 മണിക്കൂർ കൂടി പോയ ഒരു കീ വെസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ. ഒരു അടിപൊളി പ്ലേസാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് കാണേണ്ട ഒരു സ്ഥലമാണത്. അതായത് അവിടെ നിന്ന് ഏകദേശം ഒരു 98 മൈലുള്ളൂ ക്യൂബക്ക് എന്നാണ് പറയണത്, കടൽ ദൂരം. നമ്മുടെ ധനുഷ്കോടി പോലത്തെ ഒരു സ്ഥലമാണത്. പക്ഷെ അത് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നമുക്ക്. എല്ലാം കൂടി ഇന്നൊരു ദിവസം കൊണ്ട് എങ്ങനെ പോകാനാ. എന്തായാലും അത് മിസ് ചെയ്യും. എന്തായാലും ഇവിടെ വന്നവരെന്തായാലും അവിടെ പോകണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഒരു മിനി കേരളം തന്നെ പറയാട്ടോ. കേരളം പോലെയൊക്കെ തന്നെയാണ് എല്ലാം മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ. ഇത് ഓപ്പൺ ആയിട്ടുള്ള ഒരു കാറ് പോകണാണ്ടില്ല. ഇവിടെ അങ്ങനെയാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും മസ്റ്റായിട്ട് ചെയ്യണ ഒരു കാര്യമാണ് ഓപ്പൺ ആയിട്ടുള്ള കാറ് റെൻറ്റിന് എടുത്തിട്ട് ഇങ്ങനെ പോകുക എന്നുള്ളത്. നമ്മൾ പിന്നെ കാറൊക്കെ ഉള്ളതുകൊണ്ട് ഇനി വേറെ റെൻറ്റിന് എടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോഴാണ് മക്കളെ നല്ല മഴ പെയ്തത്. നമ്മൾ പാർക്കിംഗ് അന്വേഷിച്ച് നടക്കായിരുന്നു. കുറേ നേരം ഇങ്ങനെ വെറുതെ കിടന്നു ഇങ്ങനെ മഴ പെയ്ത കാരണം. നമ്മളങ്ങനെ ഒരു ഗ്യാരേജിൽ അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. പുറത്ത് നല്ല മഴയാണ്. 12 മണി ആവാറായി. അപ്പോൾ അതുകൊണ്ട് പതുക്കെയാണ് നടക്കണം. പുറത്തിറങ്ങിയിട്ട് കാര്യമില്ലല്ലോ. അടിപൊളി നോക്ക്. അയ്യോ, നമ്മളപ്പോൾ ഗ്യാരേജിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. മഴ ഇപ്പോൾ ചെറുതായിട്ടൊന്നും നിന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബസ് ഉള്ള സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് പോവാം. സമയം കഴിഞ്ഞാവോ, എന്തായാലും പോയി നോക്കാം. മഴ ചതിച്ചു മക്കളെ. നിങ്ങളാരെങ്കിലും GTA Vice City എന്ന് പറഞ്ഞ ഗെയിം കളിച്ചിട്ടുണ്ടോ? എന്താ പറയുക, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കളിച്ചത് എനിക്കറിയാം. അത് മൊത്തം ഈ മയാമിയാണെന്നാണ് കേട്ടോ തോന്നണേ. മയാമിയിലെ ഓരോരോ ബിൽഡിങ്ങുകൾ, സ്ട്രീറ്റുകൾ. എന്തൊരു സൗണ്ടാണ്.
അതൊക്കെയാണെന്നാണ് തോന്നണത്. അപ്പോൾ എന്തായാലും ആ ഓർമ്മകളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ആ ഗെയിം കളിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ അന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായി ആ ഒരു സ്ഥലത്ത് എത്തിപ്പെടണമെന്ന്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്നാ +1 എന്തോ പഠിക്കുമ്പോഴായിരുന്നു. പക്ഷെ അന്നും ഒരിക്കലും ചിന്തിച്ചില്ല കേട്ടോ ഇങ്ങനെ സ്ഥലത്ത് നേരിട്ട് കാണാൻ പറ്റുമെന്ന്. മക്കളെ ഒരു കാർ പോണോക്ക് അടിപൊളി. അയ്യോ അതെന്താ റോബോട്ടാ? കൊള്ളാല. അതെന്തിൻ്റെ വണ്ടി? അത് എന്താ അതിൻ്റെ ഉള്ളിൽ? പോണ പോക്ക് നോക്ക്. അയ്യോ അതിൻ്റെ അടുത്ത് പോയി നിന്നൊരു ഫോട്ടോ എടുക്കാൻ. നോർത്ത് ബീച്ച് എന്ന് സൈൻ കണ്ട. അപ്പം എനിക്ക് തോന്നണം ഇവിടെ അടുത്തായിരിക്കും നോർത്ത് ബീച്ച്. അറിയാം. വാച്ച് ആൻഡ് ജ്വല്ലറി റിപ്പയർ. ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. എല്ലാവരും ബീച്ചിൽ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പോടുകൂടി മറ്റേ ടർക്കിയൊക്കെ ആയിട്ടുള്ള വന്നേക്കണം. ഓരോരോ ടവലും കാര്യങ്ങളും. ഇവിടെ മൊത്തം ഷോപ്പാണ്. മക്കളിതേ നമ്മൾ പോകേണ്ട ബസ് ഇവിടെ വന്ന് കിടപ്പുണ്ട്. നമുക്ക് പോയി നോക്കാം കേട്ടോ. അതിൽ തന്നെ ആണോന്നറിയില്ല. നമ്മളിവരുടെ മെയിനായിട്ടുള്ള ഓഫീസിലാണ് കേട്ടോ വന്നേക്കണത്. ഇവർക്ക് ഒരുപാട് പാക്കേജുകളുണ്ട്. അപ്പം നമ്മളെടുത്ത പാക്കേജ് ഇവരോട് നേരത്തെ പറഞ്ഞ് ബുക്ക് ചെയ്തുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ നമുക്കൊരു സ്റ്റിക്കറൊക്കെ തന്നു. നമ്മുടെ കയ്യിലൊക്കെ അത് ഒട്ടിച്ചു. ഒന്ന് ഫുൾ ഡേ നമുക്ക് ആ സ്റ്റിക്കർ ആവശ്യമുണ്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് ബോട്ട് റൈഡൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാണാനാണ് ബസ്. നമുക്ക് എന്തായാലും മോള് തന്നെ പോയിട്ടിരിക്കാം. അപ്പോൾ കേസ് നമ്മൾ ബസ്സിലിരിക്കുകയാണ്. ഒരുവിധ ആളുകളൊക്കെ നിറഞ്ഞിട്ടുണ്ട്. മഴ പെയ്യുമെന്ന് അറിയില്ല, ചെറുതായിട്ട് പൊടിയുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല. മഴ നനഞ്ഞാൽ കാഴ്ച കാണണം അല്ലേ റാസ്? അവൻ പറയാം അവൻ താഴെ ഇരിക്കുകയാണ്. താഴെ മഴ കൊള്ളാതിരിക്കാമല്ലോ. അപ്പോൾ അതേ നമ്മുടെ ട്രിപ്പ് കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അയ്യോ നമുക്ക് ബുക്കൊന്നും തന്നില്ലല്ലോ. ബുക്കിൻ്റെ ആവശ്യമുണ്ടോയെന്ന് അറിയില്ല. നമ്മളൊരു 4-4.5 മണിക്കൂറത്തെ ഒരു ട്രിപ്പ് പാക്കേജാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതെന്തായാലും ഒരു അടിപൊളിയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ ബസ്സിന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കരയിലുള്ള കാഴ്ചകളൊക്കെ അവർ കാണിച്ചു തരും. പിന്നെ അതുപോലെ പ്രധാനപ്പെട്ടിട്ടുള്ള ഏരിയയിലൊക്കെ അവർ വണ്ടി കൊണ്ടു നിർത്തുകയും ചെയ്യും. ഇത് കഴിഞ്ഞാലാണ് പിന്നെ അടുത്തത് ബോട്ട് റൈഡ്. അടിപൊളി അടിപൊളി അടിപൊളിയായിട്ടല്ലേ. നമ്മളിപ്പോൾ ബീച്ചിൻ്റെ ഏരിയയിലേക്കാണ് കേട്ടോ കടന്നേക്കുന്നത്. ബീച്ച് എന്ന് പറഞ്ഞാൽ എല്ലാ ബീച്ചും ഒരേ ആ ഒരു സ്ട്രീറ്റിൽ തന്നെയാണ് വരുന്നത്. അതായത് മയാമി ബീച്ച്, സൗത്ത് ബീച്ച്, അങ്ങനെ ഇവിടെ ഒരുപാട് ബീച്ചുകളുണ്ട്. എല്ലാം ഒരേ ഒരു സ്ട്രീറ്റിലാണ് വരുന്നത്. ഈ ഒരു സ്ട്രീറ്റ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിലെല്ലാം നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ എല്ലാം ഒന്നും ഓടി കടന്ന് കാണലൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മളിപ്പോഴത്തെ ഈ ഒരു ട്രിപ്പിൽ എന്തായാലും ഇപ്പോൾ നമ്മൾ ബീച്ചിലൊന്നും ഇറങ്ങണില്ല. വൈകിട്ടാണ്. നമ്മളൊക്കെ സാധാരണ അങ്ങനെയല്ലേ, വൈകിട്ടല്ലേ നമ്മൾ ബീച്ചിലേക്ക് പോവാറ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കണ്ട് കവർ ചെയ്ത് പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ബീച്ചിൻ്റെ ഈ ഒരു വാക്കിംഗ് സ്ട്രീറ്റാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. ഇവിടെ നിറച്ച് റെസ്റ്റോറൻറ്റുകളാണ്. എൻ്റെ പോലെ ഞാൻ ജീവിതത്തിൽ അമേരിക്കയിൽ യാത്ര ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും കൂടുതലായിട്ട് റെസ്റ്റോറൻറ്റുകൾ കാണുന്നത്. ഇങ്ങനെ മൊത്തം ഇങ്ങനെ ഓപ്പണായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഇതൊന്നും ഓപ്പൺ ആയിട്ടില്ല. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഉച്ച സമയത്താണല്ലോ പോണത്. ഇതൊക്കെ ഒരു വൈകിട്ടൊക്കെ ആവണം ഇതൊക്കെ മൊത്തത്തിലൊക്കെ ഒന്ന് ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് ഈ ഒരു ബീച്ചിൻ്റെ, ഇത് സൗത്ത് ബീച്ചാണെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് കാണുക. ഇവിടെ ഇങ്ങനെ കുറേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാനും സൈക്ലിങ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഓപ്ഷനൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലേക്കായിട്ടാണ് ബീച്ച് വരുന്നത്. നല്ല രസമുണ്ട് കേട്ടോ ഇതിൻ്റെ ഇവിടെ നിന്നൊക്കെ കാണാനായിട്ട്. ഫുള്ള് ഇങ്ങനെ തെങ്ങുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഒന്നിലും തേങ്ങയില്ല എന്ന് മാത്രം കേട്ടോ. നല്ല ഹൈറ്റ് കൂടിയ തെങ്ങുകളാണ് ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞില്ലേ ശരിക്കും ഒരു കേരളം പോലെയൊക്കെയാണ് തോന്നണത്. അതേപോലെ ഇങ്ങനെ ഫുള്ള് തെങ്ങ് കണ്ടില്ലേ, മൊത്തത്തിൽ തെങ്ങുകൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനി നമ്മൾ മൊത്തം ഇങ്ങനെ റെസ്റ്റോറൻറ്റുകളാണോ നമ്മൾ കാണാൻ പോണത്. ഇങ്ങനെ പുറത്തായിട്ട് ഇങ്ങനെ ഓപ്പണായിട്ട് ഇരിക്കാനാണ് തോന്നണം ഇവിടെയൊക്കെ ആളുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഇവിടെയൊക്കെ നിറച്ച് റെസ്റ്റോറൻറ്റുകൾ, കഫേകൾ, ഈ ബാറുകൾ, അങ്ങനെയൊക്കെയാണ് മൊത്തം. ഈ എന്താ പറയുക, ഡാൻസുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ വൈകിട്ടൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഫുള്ള് ചിലതൊക്കെ റെസ്റ്റോറൻറ്റിൻ്റെ അകത്തായിട്ടൊക്കെ ആയിരിക്കും. പിന്നെ ഇതിനുള്ള താമസ സൗകര്യങ്ങൾ മുകളിലൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ റൂമുകൾ താമസിക്കാനുള്ളതൊക്കെയാണ്. ഇവിടെയൊക്കെ നല്ല റേറ്റ് ആയിരിക്കും കേട്ടോ റെൻ്റൊക്കെ. അപ്പോൾ ഈ ബീച്ചിലൊക്കെ ഇറങ്ങാനൊക്കെ ഭയങ്കര സുഖമായിരിക്കുമല്ലോ. നേരെ അങ്ങോട്ട് പോയി ഓപ്പോസിറ്റ് ബീച്ചിൽ അങ്ങോട്ട് ഇറങ്ങിയാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ ഇവിടെയൊക്കെ വന്ന് താമസിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വൈകിട്ട് ഇവിടെ വരാം. അപ്പോൾ കാണാം കേട്ടോ അടിപൊളി കാഴ്ച. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് വേറൊരു വൈബായിരിക്കും കാണാനായിട്ട്. ഇപ്പോൾ നോക്കുമ്പോൾ എന്തോ
ഒരു അത്ര ഭംഗിയൊന്നും കാണുന്നുണ്ടായിരുന്നില്ല അല്ലേ. അങ്ങനെ നമ്മൾ അതൊക്കെ കവർ ചെയ്തു. വീണ്ടും നമ്മൾ ആ സിറ്റിയുടെ ഇടയിൽ കൂടെയാണോ പോണത്. ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ബസ്സിലൊരു ഗൈഡ് ഉണ്ട് കേട്ടോ. ആള് വളരെ വ്യക്തമായിട്ട് ഓരോന്ന് നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു, ഇംഗ്ലീഷിലും സ്പാനിഷിലും. കാരണം വെച്ചാൽ നമ്മുടെ യാത്രയിൽ കുറേ പേര് സ്പാനിഷ് അറിയാവുന്നവരൊക്കെ ആയിരുന്നു. അപ്പം അതുകൊണ്ട് 2 ഭാഷയിലായിട്ടാണ് ആൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ആ സിറ്റി കാഴ്ചയൊക്കെ കണ്ട് ഇപ്പോൾ ഒരു ബ്രിഡ്ജ് കടന്ന് വേറൊരു ഐലൻഡിലേക്കാണ് ഇപ്പോൾ നമ്മൾ കിടക്കുന്നത്. അവിടെയും ഉണ്ട് കേട്ടോ ഈ സിറ്റി പോലെ തന്നെ കുറേ ബിൽഡിങ്ങുകളൊക്കെ. അപ്പം നമുക്ക് ഈ ഒരു ബ്രിഡ്ജിൽ നിന്ന് കഴിഞ്ഞാൽ ഇത് കണ്ട ഈ ലേക്ക് സൈഡ് പോലെ ഇങ്ങനെ കുറേ ആഡംബര വീടുകൾ കാണാം. കുറേ സെലിബ്രിറ്റികളുടെ വീടുകളൊക്കെയാണ് കേട്ടോ അത് തോന്നണത്. ആളുടെ എന്തൊക്കെയോ പേരും അതും ഇതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. വീടൊക്കെ ചെറിയ അത്ര ഒരു കാണാൻ ഭംഗിയില്ലെങ്കിലും ആ ഒരു ലേക്കിൻ്റെ സൈഡിൽ വരുമ്പോഴുള്ളൊരു ഭംഗി അതാട്ടോ അതിൻ്റെയൊക്കെ ഒരു വില എന്ന് പറയണത്. പിന്നെ നമ്മൾ കുറേ ആഡംബര കപ്പലുകളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ മയാമി എന്ന് പറയണത് കപ്പലുകളുടെ ഒരു ഇതാണല്ലോ. ഈ ക്രൂയിസ് ഷിപ്പുകളൊക്കെ വരുന്ന ഒരു പ്രധാന പോയിൻ്റാണ് ഈ മയാമി എന്ന് പറയുന്നത്. ഞങ്ങൾ ശരിക്കും ക്രൂയിസ് ഷിപ്പിലാണ് ഇവിടെ വരാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതൊക്കെ ഒരു മാസങ്ങൾക്ക് മുമ്പേ തന്നെ ബുക്ക് ചെയ്യണം. പെട്ടെന്നൊന്നും ബുക്ക് ചെയ്താൽ കിട്ടില്ല. അങ്ങനെ ഞങ്ങൾക്കത് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ കാറിൽ വന്നത്. അല്ലെങ്കിൽ ക്രൂയിസ് ഷിപ്പിൽ അടിപൊളിയായിട്ടൊക്കെ വന്ന് കാഴ്ചയൊക്കെ കാണാമായിരുന്നു. എന്തായാലും അത് മിസ്സായി പോയി. അപ്പോൾ അതേ നമ്മളിപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് പോയിന്റിലാണ് കേട്ടോ വന്നേക്കണത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത മനസ്സിലാവുന്നുണ്ടോ ഇവിടെ വന്നിട്ട്? സാധാരണ സ്ഥലങ്ങളിൽ നിന്നും എന്തെങ്കിലും ഒരു പ്രത്യേകത ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ചാടിക്കയറി ഒന്ന് കമൻറ്റ് ചെയ്തോട്ടാ. എന്തായാലും ഞാൻ പറയാം. എനിക്ക് പ്രത്യേകത എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം ഒരു പടം വരച്ച് വെച്ചേക്കണ കണ്ടില്ലേ, ഫുള്ള് വോളിൽ ഇങ്ങനെ ഫുള്ള് പെയിൻറ്റിങ്ങുകളൊക്കെ ചെയ്ത് വെച്ചേക്കണ. എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. പല കളറിലായിട്ട് ഭയങ്കര കളർഫുള്ളായിട്ട് കാണാൻ പറ്റുന്നില്ലേ. അപ്പോൾ എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ പല പല രാജ്യങ്ങളിലുള്ള, അതായത് അമേരിക്കയിലായാലും യൂറോപ്പിലായാലും ഏഷ്യൻ കൺട്രീസിലായാലും അവിടേക്കുള്ള പ്രശസ്തമായിട്ടുള്ള പെയിൻറ്റിങ്ങുകാർ വന്നിട്ടാണ് ഇവിടെ പെയിൻറ്റിങ് ചെയ്തേക്കണേന്നൊക്കെയാണ് കേട്ടോ പറയണത്. എന്താണെന്നൊന്നും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്കറിയില്ല. പിന്നെ മാത്രമല്ല ഇവിടെ ഓരോ വർഷങ്ങളിലും ഇത് പെയിൻറ്റ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു തവണ വന്നവന് അടുത്ത തവണ വന്നാലും ബോറടിക്കില്ല എന്നും പറയുന്നുണ്ട്. എന്തായാലും കൂടുതലും നമുക്കറിയില്ല, ഇങ്ങനെ പറയണ കേട്ടറിവല്ലേ ഉള്ളൂ. എന്തായാലും എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. റീൽസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ഏരിയ എന്നൊക്കെയാണ് പറയണത്. ഫോട്ടോസ് എടുക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഏരിയ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളെന്തായാലും ഒന്ന് ലൈക്ക് കൊടുത്തേക്കിട്ടോ, അതൊന്നും മറന്നു പോവല്ലേ. നമ്മളിപ്പോൾ അതെ മയാമിയിലെ ഒരു പ്രധാന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള സ്ഥലത്ത് എത്തിയേക്കാണ്ട. ഫുള്ള് വോൾ പെയിൻ്റ് ഒക്കെ ചെയ്തേക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ 10 മിനിറ്റ് നമ്മുടെ അടുത്ത് ഇറങ്ങി കണ്ടോ ഫോട്ടോ എടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഇറങ്ങിയതാണ്. അടിപൊളിയായിട്ട് ഇവിടെ എല്ലാ ബിൽഡിങ്ങിലും അതെ നന്നായിട്ട് ഇങ്ങനെ പടം വരച്ച് വെച്ചേക്കണത്. എന്ത് രസമാണ് കാണാനായിട്ട്. ഭയങ്കര കളർഫുള്ളായിട്ടാണ് ചിത്രങ്ങൾ വരച്ചേക്കണത്. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കും അപ്പോൾ നോക്കാട്ടെ അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. എന്തൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫോട്ടോ എടുക്കുന്ന ആകെ ഒരു കൺഫ്യൂഷനാവും. അതുമാതിരത്തെ രീതിയിലാണ് ഇവിടെ പെയിൻറ്റ് ചെയ്ത് വെച്ചേക്കണം. നോക്കിയിട്ടുണ്ടത് കണ്ടോ? അയ്യോ ഇവിടെ എല്ലാവിടെ തുണി. ഞാൻ കുറേയൊക്കെ ബസ്സിലിരുന്ന് തന്നെ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ നോക്കാട്ടോ, അങ്ങനെയൊക്കെ നടക്കാം. ഈ ഒരു നേരമായതുകൊണ്ടാണോ എന്നറിയില്ല, വലിയ തിരക്കും കാര്യങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ. കാരണം വെച്ചാൽ മഴ പെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നട്ടാപ്രം വെയിലാണ് ഈ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. എന്തൊക്കെ കാലാവസ്ഥയാണാവോ. എന്തായാലും ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എവിടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് ആകെ ഒരു കൺഫ്യൂഷനാണ് കേട്ടോ. നമ്മുടെ ബസ്സിലുണ്ടായിരുന്ന ആളുകളൊക്കെ എങ്ങനെയൊക്കെയോ നടന്നു പോയിട്ടുണ്ട്. ഞങ്ങൾ എന്തായാലും കുറേയൊക്കെ അവിടെ ഇവിടെയൊക്കെ റൗണ്ട് അടിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഗൈസ് അടിപൊളി കേട്ടോ പെയിൻറ്റിങ്. കുറേ ഉണ്ട് നടക്കാൻ. എൻ്റെ പൊന്നെ നടന്ന് തീരൂല 10 മിനിറ്റ് കൊണ്ടൊന്നും. ശരിയാണ്, 10 മിനിറ്റ് കൊണ്ടൊന്നും നടന്നാൽ തീരൂല. പിന്നെ ഞങ്ങൾ ബസ് വിട്ടു പോകുമെന്ന് പേടിച്ചിട്ട് പിന്നെ ദൂരേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിത് ഇവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് വീണ്ടും ബസ്സിലേക്ക് കയറാൻ പോവുകയാണ്. നമുക്ക് അടുത്ത ആഴ്ച കണ്ടേ. വൈകിട്ട് വന്നു കഴിഞ്ഞാൽ വേറൊരു വൈബായിരിക്കും കേട്ടോ. ഇവിടെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നൈറ്റ് ലൈഫൊക്കെ അടിപൊളിയാണ് ഇവിടെ. അപ്പോൾ അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ വൈകിട്ട് വരാം. പക്ഷേ നമ്മളിപ്പോൾ എന്തായാലും ഇപ്പോൾ കണ്ടങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു പബ്ലിക് സ്കൂളാണ്. ഇങ്ങനത്തെ കുറേ കാഴ്ചകളൊക്കെ നമ്മുടെ ഈ ഒരു യാത്രയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
പിന്നെ ഇവിടെ പല ടൈപ്പ് ബസ്സുകളൊക്കെ ഉണ്ടെന്ന് ആ ഗൈഡ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ചിലതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റും ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഇവിടുത്തെ ഒരു ലോക്കലായിട്ടുള്ള ഒരു ഏരിയയിലൂടെയാണ് കേട്ടോ പോണത്. ഇവിടുത്തെ വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ലെന്ന്. ഞാൻ ആ സമയത്ത് ക്യാമറ ഓൺ അല്ലായിരുന്നു. ശരിക്കും നല്ല അടിപൊളി ഇങ്ങനെ വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റി. കോഴികളും പിന്നെ അവരുടെ ആ ഒരു കൃഷി അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ എത്തിപ്പെട്ടേക്കണത് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസിലാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ ഈ ഒരു സ്ഥലം കണ്ടിട്ട്? ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ബോർഡുകളൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് പറയാട്ടോ അത് ഏതാണ് സ്ഥലം എന്നുള്ളത്. ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് കോഫി അതുപോലെ തന്നെ സിഗാറൊക്കെയാണ്. എന്തായാലും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാൻ ഇന്ന് ഇവിടെ വെച്ച് നിർത്തട്ടെ. എല്ലാവർക്കും ബൈ ബൈ.